നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ. കഴിഞ്ഞ ദിവസം മലയാളികൾ ഒന്നടങ്കം നടുക്കിയ ഒരു സംഭവമാണ്. അതായത് ഒരുപാട് ചോദ്യങ്ങൾ ഉയർത്തിയ അല്ലെങ്കിൽ ഉത്തരം കിട്ടാത്ത ചോദ്യമായി അവശേഷിക്കുമോ എന്ന് പോലും ചിന്തിച്ച വാണിയമ്പാറയിലെ ആ ഒരു പായൽ പൊതിഞ്ഞ രീതിയിൽ മൃതദേഹം കണ്ടെത്തിയ സംഭവം. എന്തായാലും ദുരൂഹതയൊക്കെ നീങ്ങിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമൊക്കെ പ്രേക്ഷകർ അറിഞ്ഞിട്ടുണ്ടാകും ആ ഒരു വിവരം. എന്തായാലും എന്താണ് സംഭവിച്ചതെന്ന് നടക്കുമ്പോൾ വിശദാംശങ്ങൾ കൂടി നമുക്ക് നോക്കാം. വാണിയമ്പാറയിലെ ഉണ്ണിമിശിഹ പള്ളിയെ ചുറ്റിപ്പറ്റി 10 ദിവസമായി നിലനിന്ന നിഗൂഢതകൾക്ക് ഒടുവിൽ വിരാമം. പള്ളി സെമിത്തേരിയിലെ കല്ലറയിൽ മൂന്നാമതൊരു മൃതദേഹം ഇല്ല. നേരത്തെ സംസ്കരിച്ച 2 ആളുകളുടെ മൃതദേഹം മാത്രമേ ഉള്ളൂ. ഇത് സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ഒരു നാട് വലിയ രീതിയിൽ ആശങ്കയിലായ ഒരു കാര്യത്തിനാണ് ഇപ്പോൾ മറുപടി കഴിഞ്ഞ ദിവസത്തെ പരിശോധനയിൽ നിന്നും കിട്ടിയത്. പ്രാഥമിക അന്വേഷണത്തിൽ ദുരൂഹതയില്ല എന്ന് പോലീസ് പറഞ്ഞിരുന്നു. പക്ഷേ കല്ലറ തുറന്ന് ശാസ്ത്രീയ പരിശോധന വേണമെന്ന ഒരു നിലപാടിൽ ഇടവക വികാരി ഫാദർ ജിൽബർട്ട് കോന്നയിൽ ഉറച്ചു നിന്നു. ഇതിന് പിന്നാലെയാണ് കല്ലറ തുറന്ന് കഴിഞ്ഞ ദിവസം ശാസ്ത്രീയ പരിശോധനയിലടക്കം കടന്നത്. ഇതിനിടെ വാണിയപ്പാറയിൽ വെച്ച് കാണാതായ സിജോയെ ചുറ്റിപ്പറ്റിയും ചർച്ചകൾ നടന്നിരുന്നു. ആ വ്യക്തിയുടെ മൃതദേഹമാണോ ഇതെന്ന ചോദ്യമൊക്കെ ഉയർന്നിരുന്നു. കല്ലറയിൽ 3 മൃതദേഹം ഉണ്ടായെന്ന ആശങ്ക പരന്നതോടെ കല്ലറ തുറക്കാൻ പോലീസ് തയ്യാറാകുകയായിരുന്നു. കല്ലറ തുറന്ന് പരിശോധിച്ചപ്പോൾ പോലീസിന്റെ പ്രാഥമിക അന്വേഷണ നിഗമനം ശരിയായിരുന്നു എന്ന് വ്യക്തമായി. ഭാവിയിൽ സഭാ സംവിധാനങ്ങളെയും പള്ളി വികാരിയെയും ബന്ധപ്പെട്ടവരെയും സംശയത്തിന് മുന്നിൽ നിർത്തുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകില്ല, അല്ലെങ്കിൽ അത്തരത്തിലൊരു സാഹചര്യത്തിൽ കാര്യങ്ങൾ കടക്കാതിരിക്കാൻ വേണ്ടി കൂടിയാണ് ഇത്തരത്തിൽ ഇടവികാരി ഇത് ശാസ്ത്രീയമായ ഒരു പരിശോധന വേണമെന്ന ആവശ്യത്തിൽ തന്നെ ഉറച്ചു നിന്നത്. എന്തായാലും മറ്റ് അസ്വാഭാവികതകളൊന്നുമില്ല എന്നത് ഏറ്റവും ആശ്വാസകരം തന്നെയാണ്. അദ്ദേഹത്തിന്റെ പ്രതികരണം ഇപ്രകാരമായിരുന്നു: ഞങ്ങൾക്ക് ആശ്വാസമായി, ഞങ്ങളുടെ നിലപാട് ശരിയാണെന്ന് തെളിഞ്ഞു എന്നായിരുന്നു ഫാദർ ജിൽബർട്ട് കൊന്നയിലിനെ ചേർത്ത് പിടിച്ച് കരിക്കോട്ടക്കരി പ്രിൻസിപ്പൽ എസ് ഐ MJ ബെന്നി പറഞ്ഞത്. ഇതൊക്കെ വളരെ വൈകാരികമായ സംഭവമായി മാറി. കല്ലറ തുറന്നപ്പോൾ അസ്വാഭാവികത കണ്ടെത്തിയതോടെ ശ്രദ്ധാകേന്ദ്രങ്ങളായവരാണ് ഇടവക വികാരി ഫാദർ ജിൽബർട്ട് കൊന്നയിലും പ്രാഥമിക അന്വേഷണം നടത്തിയ കരിക്കോട്ടക്കരി പ്രിൻസിപ്പൽ എസ് ഐ MJ ബെന്നിയും. സെമിത്തേരിയും കല്ലറയുമായതിനാൽ പ്രാഥമിക അന്വേഷണം നടത്തി ഉറപ്പുവരുത്തിയ ശേഷം FIR ഇട്ടാൽ മതിയെന്ന നിലപാടിലായിരുന്നു MJ ബെന്നി. എന്തായാലും 38-ാം നമ്പർ കല്ലറയിൽ അടക്കം ചെയ്ത 2 പേരുടെ ബന്ധുക്കളെ കണ്ടെത്തി മൃതദേഹങ്ങൾ അടക്കം ചെയ്തത് ഇതേ കല്ലറയിലായിരുന്നു എന്ന് ഉറപ്പുവരുത്തിയ ശേഷമാണ് അന്വേഷണ സംഘം മടങ്ങിയിരിക്കുന്നത്. മാത്രമല്ല ഈ സംസ്കാര ചടങ്ങുകളുടെ ചിത്രങ്ങളും കിട്ടിയിട്ടുണ്ട്. ഇതോടെ ഏതാണ്ട് എല്ലാ കാര്യങ്ങളും ദുരൂഹതയില്ല എന്ന കാര്യത്തിൽ ഒരു ബോധ്യപ്പെടൽ ഉണ്ടായിട്ടുണ്ട്. സമൂഹ മാധ്യമങ്ങൾ ഉൾപ്പെടെ പലതരത്തിലാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ പ്രചരിച്ചത്. കൊലപ്പെടുത്തി വെച്ചതാണോ, ഇത് ആരുടെ മൃതദേഹമാണ്, അത്തരത്തിൽ മൃതദേഹം മറ്റൊരാളുടേത് വരാൻ സാധ്യതയില്ല, ക്രിസ്ത്യൻ ആചാരപ്രകാരം പായൽ പൊതിഞ്ഞ് മൃതദേഹം വയ്ക്കാറില്ല എന്നതടക്കമുള്ള ഒരു വാദങ്ങളൊക്കെ ഉയർന്നതോടെയാണ് ഈ മൃതദേഹത്തിൻ്റെ കാര്യത്തിൽ വലിയ രീതിയിലുള്ള സംശയങ്ങൾ ഉടലെടുത്തത്. പോലീസിനെതിരെ സമൂഹ മാധ്യമ വിചാരണയുണ്ടായി. വിലങ്ങാട് സ്വദേശി സിജോസ് കറിയ വാണിയപ്പാറയിൽ വെച്ച് കാണാതായ സംഭവം ഇതിനോടൊപ്പം കൂട്ടിച്ചേർത്ത് വായിക്കപ്പെട്ടു. അങ്ങനെ എല്ലാം കൊണ്ട് ആകെ മൊത്തം 2-3 ദിവസങ്ങൾ ആ ഒരു നാട് മുഴുവൻ വലിയ ഒരു ആശങ്കയിലായിരുന്നു എന്താണ് സംഭവിച്ചത് എന്നതടക്കമുള്ള. എന്തായാലും എല്ലാ ആശങ്കകൾക്കും ഒരു വിരാമം ഇടാൻ പോലീസിന് സാധിച്ചു എന്നതും ശ്രദ്ധേയമാണ്. പരിശോധന നടക്കുന്ന സമയത്ത് പള്ളിയുടെ പരിസരത്തേക്ക് ഇടവകക്കാർ വരേണ്ടതില്ലെന്ന് നിർദ്ദേശം നൽകിയിരുന്നെങ്കിലും നിരവധി പേർ പള്ളിയുടെ പരിസരത്ത് എത്തിയിരുന്നു. പരിശോധനയ്ക്ക് ശേഷം 11:50 അഡീഷണൽ SP വന്ന് സംഭവത്തിൽ ദുരൂഹതയില്ല എന്ന് വ്യക്തമാക്കിയതോടെയാണ് നാട്ടുകാരും വലിയ ആശ്വാസത്തിലായത്. എന്തായാലും റവന്യൂ പോലീസ് ഫോറൻസിക് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ കല്ലറയ്ക്കുള്ളിൽ 2 മൃതദേഹങ്ങൾ മാത്രമാണുള്ളതെന്ന് സ്ഥിരീകരിച്ചു. പള്ളിയുടെ ഔദ്യോഗിക രേഖകളിൽ പറയുന്ന 2006-ലും 2015-ലുമായി അടക്കം ചെയ്ത മൃതദേഹങ്ങൾ അവശിഷ്ടങ്ങൾ മാത്രമാണ് കല്ലറയിലുള്ളതെന്നും അധികൃതർ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇനി നമുക്ക് മറ്റൊരാളുടെ ഒരു പ്രതികരണത്തിലേക്ക് കൂടി പോകാം. കല്ലറയിൽ ഇറങ്ങി പരിശോധിച്ച ഒരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണം, മറ്റ് വിശദാംശങ്ങൾ കൂടി നമുക്ക് നോക്കാം. ഈ പള്ളിയിലെ കല്ലറയിൽ സംശയാസ്പദമായ രീതിയിൽ പായൽ പൊതിഞ്ഞ രീതിയിൽ മൃതദേഹം കണ്ടെത്തിയ സംഭവവുമായി ബന്ധപ്പെട്ട് കല്ലറയിൽ ഇറങ്ങി മൃതദേഹങ്ങൾ പുറത്തെടുത്ത വ്യക്തി മാധ്യമങ്ങളോട് കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു. കോഴിക്കോട് സ്വദേശി മഠത്തിൽ അബ്ദുൾ അസീസാണ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. കോഴിക്കോട് സ്വദേശി മഠത്തിൽ അബ്ദുൾ അസീസ് എന്താണ് പറയുന്നത് നോക്കാം. കല്ലറയിൽ 2 മൃതദേഹങ്ങളാണ് താൻ കണ്ടത് എന്നാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. ആദ്യം പായൽ പൊതിഞ്ഞ രീതിയിൽ കാണപ്പെട്ടു സ്ത്രീയുടെ മൃതദേഹം, അതാണ് ആദ്യം പുറത്തെടുത്തത്. വെള്ളത്തുണിയിലായിരുന്നു ഈ സ്ത്രീയുടെ മൃതദേഹം ഉണ്ടായിരുന്നത്. അതിന് മുകളിൽ പട്ടുണ്ടായിരുന്നു. എല്ലാ തുണികളും പരിശോധിക്കുകയുണ്ടായി. തലയോട്ടിയും 6 പല്ലുകളും കിട്ടിയെന്നാണ് ഈ കല്ലറയിൽ ഇറങ്ങിയ വ്യക്തി പറയുന്നത്. ഇടത്തെ കൈയിൻ്റെ മുട്ടിൻ്റെ മുകളിലെ എല്ലും വലത്തെ കാലിൻ്റെ അരയുടെ താഴെയുള്ള എല്ലും കിട്ടി. ബാക്കി ഭാഗങ്ങളെല്ലാം
പൂർണ്ണമായും നശിക്കപ്പെട്ട അവസ്ഥയിലായിരുന്നുവെന്നാണ് കല്ലറയിൽ ഇറങ്ങിയ അബ്ദുൾ അസീസ് വ്യക്തമാക്കുന്നത്. മാത്രമല്ല കൊന്തയും മാലയും കൂടി ഈ മൃതദേഹത്തിൽ നിന്നും കിട്ടി. ഇതെല്ലാം പരിശോധനയ്ക്കായി ശേഖരിച്ചുവെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറയുകയുണ്ടായി. പായയിൽ പൊതിഞ്ഞ രീതിയിലാണ് മൃതദേഹം എന്നാണ് ആദ്യം കരുതിയത്. പക്ഷേ മൃതദേഹം പെട്ടിയിൽ വച്ച ശേഷം പായ മടക്കി അതിൻ്റെ മുകളിൽ വെച്ചതാണ്. മൃതദേഹം പായയിൽ പൊതിഞ്ഞിട്ടില്ലായിരുന്നു. കല്ലറയുടെ അടിഭാഗം പരിശോധിച്ചെങ്കിലും വേറെ ഒന്നും കാണാൻ സാധിച്ചില്ല. അടിഭാഗം കോൺക്രീറ്റ് ഇട്ട നിലയിലാണെന്നും അബ്ദുൾ അസീസ് മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കും. ഇനി രണ്ടാമത്തെ മൃതദേഹത്തെ സംബന്ധിച്ചും അബ്ദുൾ അസീസ് പ്രതികരിച്ചത് ഇപ്രകാരമാണ്. അതൊരു പുരുഷന്റെ മൃതദേഹമായിരുന്നു. വെള്ള തുണിക്കുള്ളിൽ പ്ലാസ്റ്റിക് ഷീറ്റിൽ പൊതിഞ്ഞ നിലയിലായിരുന്നു ആ മൃതദേഹം കണ്ടെത്തിയത്. എല്ലാ എല്ലുകളും പല്ലുകളും ഉണ്ടായിരുന്നു. പ്ലാസ്റ്റിക് ഷീറ്റ് ആയതിനാലാണ് അസ്ഥികൾക്ക് കേടുപാടുകൾ ഇല്ലാതിരുന്നത്. കൂടുതൽ പരിശോധനയ്ക്കായി ശരീരഭാഗങ്ങൾ ഫോറൻസിക് വിഭാഗം ശേഖരിച്ചുവെന്നും അബ്ദുൾ അസീസ് പ്രതികരിച്ചു. അബ്ദുൾ അസീസ് ഉൾപ്പെടെ 6 പേരാണ് കോഴിക്കോട് നിന്ന് മൃതദേഹം എടുക്കുന്നതിനായി വന്നത്. കോഴിക്കോട് സരോവരത്ത് കണ്ടെത്തിയ യുവാവിന്റെ മൃതദേഹം എടുത്തതുൾപ്പെടെ നിരവധി മൃതദേഹങ്ങൾ എടുത്തത് അസീസിന്റെ നേതൃത്വത്തിലായിരുന്നു. ഇന്നലെ രാവിലെ 10:30യോടെയായിരുന്നു കല്ലറ തുറന്ന് പരിശോധന നടത്തിയത്. തഹസിൽദാർ, പോലീസ് അഡീഷണൽ സൂപ്രണ്ട്, ഫോറൻസിക് സംഘം തുടങ്ങിയവരുടെ സാന്നിധ്യത്തിലായിരുന്നു പരിശോധന. സംശയാസ്പദമായി ഒന്നും കണ്ടെത്താൻ സാധിച്ചില്ല എന്ന് പോലീസ് വ്യക്തമാക്കി. എങ്കിലും DNA പരിശോധന ഉൾപ്പെടെ നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. 13-ന് മൃതദേഹം സംസ്കരിക്കുന്നതിനായി 38-ാം നമ്പർ കല്ലറ തുറന്നപ്പോഴാണ് 2 മൃതദേഹങ്ങൾ കണ്ടത്. അന്ന് തുടങ്ങിയ വലിയൊരു ദുരൂഹത, ഒരുപാട് ചോദ്യങ്ങൾ, ഉത്തരം കിട്ടാത്ത നിഗൂഢതകൾ എല്ലാത്തിനും കഴിഞ്ഞ ദിവസം വിരാമമായിരിക്കുന്നു. ഒരു മൃതദേഹം പായയിൽ പൊതിഞ്ഞ നിലയിലായിരുന്നു. ഇവിടെ ഏറ്റവും വലിയ സംശയം ഉയരാൻ കാരണം ക്രിസ്ത്യൻ ആചാരപ്രകാരം പായയിൽ പൊതിഞ്ഞ മൃതദേഹം അടക്കാറില്ല. അതുകൊണ്ടാണ് ഇത്തരത്തിൽ പായയിൽ പൊതിഞ്ഞ മൃതദേഹം എവിടെ നിന്ന് വന്നു എന്ന ചോദ്യം ഉയർന്നതും അത് വലിയ ആശങ്കയായി പൊട്ടിപ്പുറപ്പെട്ടതും ഒരു ദുരൂഹതയുണ്ടെന്ന തരത്തിൽ. പ്രത്യേകിച്ച് ഇന്ന് സമൂഹ മാധ്യമങ്ങളുടെ കാലമാണ്. ഇതിൻ്റെ വീഡിയോ ഒക്കെ പ്രചരിക്കുകയും മറ്റൊരു വ്യക്തി അത് വീഡിയോ സമൂഹ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുക, അങ്ങനെ കേരളം മുഴുവൻ ഈ വാർത്ത പരന്നത്. തുടർന്ന് കല്ലറ തുറന്ന് പരിശോധിക്കണമെന്ന നിലപാടിലായിരുന്നു ഇടവക വികാരിയും പള്ളി കമ്മിറ്റിക്കാരും. ആ ഒരു ആവശ്യത്തിൽ അവർ ഉറച്ചു നിന്നു. തെല്ലും മാറിയില്ല. ആദ്യമൊക്കെ അസ്വാഭാവികതയില്ല, ദുരൂഹതയില്ല എന്ന് പോലീസ് വ്യക്തമാക്കിയെങ്കിലും ഇടവക വികാരിയും പള്ളി കമ്മിറ്റിക്കാരും അത് തുറന്ന് പരിശോധിക്കണം, ശാസ്ത്രീയ പരിശോധന നടത്തണം എന്നതടക്കമുള്ള ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. 2006-ൽ മറിയം മൊയ്യപ്പള്ളി, 2015-ൽ ജെയിംസ് കൂമ്പുക്കൽ എന്നിവരുടെ മൃതദേഹങ്ങളാണ് അവിടെ അടക്കിയത്. ക്രിസ്ത്യൻ ആചാരപ്രകാരം 2 മൃതദേഹങ്ങളും പെട്ടിയിലാണ് അടക്കിയത്. മറിയത്തെ അടക്കിയ പെട്ടി നശിച്ചതോടെയാണ് പെട്ടിയിലുണ്ടായിരുന്ന പ്ലാസ്റ്റിക് പുറത്തു വന്നത്. ഇതാണ് സംശയങ്ങളിലേക്ക് നയിച്ചത്. ജെയിംസിന്റെ മൃതദേഹം അടക്കുന്നതിന് മുമ്പ് ശരിയായ രീതിയിൽ അറക്കപ്പൊടിയും മണലും ഇട്ട് കുഴി മൂടിയില്ലെന്നും അതാണ് 2 മൃതദേഹങ്ങളും പുറത്തു വന്നതെന്നുമാണ് നിലവിലെ നിഗമനം. സംഭവത്തിൽ ദുരൂഹത വർദ്ധിച്ച് ഇതോടെ വിശദമായ അന്വേഷണത്തിന് ഒരുങ്ങുകയാണ് പോലീസ്. FIR രജിസ്റ്റർ ചെയ്യാൻ പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. ക്രൈംബ്രാഞ്ച്, സ്പെഷ്യൽ ബ്രാഞ്ച് DYSPമാർ സ്ഥലം സന്ദർശിക്കുകയും ചെയ്തു. കല്ലറ തുറക്കാനായി RDOയുടെ അനുമതി തേടും. SP-യുടെ നേതൃത്വത്തിൽ യോഗം ചേർന്ന ശേഷമായിരിക്കും തുടർ കാര്യങ്ങൾ തീരുമാനിക്കുക. കാണാതായ നാദാപുരം വിലങ്ങാട് സ്വദേശിയുടെ ബന്ധുക്കൾ രംഗത്തെത്തിയതോടെയാണ് പോലീസ് ദുരൂഹതയിലെന്ന് പറഞ്ഞ പ്രശ്നം കൂടുതൽ സങ്കീർണമായത്. മാത്രമല്ല ഇത്തരത്തിൽ ഇങ്ങനെ ഈ ഒരു വിവാദമൊക്കെ കത്തി പടർന്നു നിൽക്കുന്നതിനിടയിൽ കുഴിയിലടക്കം ചെയ്ത ആളുകളുടെ ബന്ധുക്കളും രംഗത്തെത്തിയിരുന്നു. ആചാരപ്രകാരമാണ് അടക്കിയതെന്ന് ഇവരും വ്യക്തമാക്കി. കുഴിയിൽ 3-മതൊരു മൃതദേഹം കൂടിയുണ്ടോ എന്ന് പള്ളി വികാരി സംശയം പ്രകടിപ്പിച്ചുവെന്നും പോലീസ് വ്യക്തമാക്കുകയുണ്ടായി. എന്തായാലും എല്ലാ സംശയങ്ങൾക്കും ഉത്തരമായിരിക്കുകയാണ്.